of Samuel, chapter 9, word 1 to 30. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്നു പേരൊരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമിനായ അബീഹിന്റെ മകനായ ബെഖോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്ന് പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൽ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അവൻ എഫ്രൈം മലനാട്ടിലും ശാലിശ ദേശത്തു കൂടി സഞ്ചരിച്ച് അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തു കൂടി സഞ്ചരിച്ച് അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമിൻ ദേശത്തു കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതുകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും എന്ന് പറഞ്ഞു. അതിനവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. കൈകൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. Thank you, Holy Spirit. Are you with me? Yes. രണ്ട് പ്രധാന കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തിരിക്കുകയാണ്. നമ്പർ 1, prophetic. What is prophetic? സാമുവേലിനെ കുറിച്ച് ശൗലിനോട് തന്റെ ഭൃത്യൻ പറയുകയാണ്, ഇന്ന് തിരിച്ചു പോകണ്ട, ഈ പട്ടണത്തിൽ സ്റ്റേ ബാക്ക് ചെയ്യണം, നിൽക്കണം. ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നതെല്ലാം ഒത്തുവരികയാണ്. അങ്ങനെ അവർ അവിടെ എത്തി. വായിക്കാം. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ. ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. നമുക്ക് വേണ്ട ഈ വാക്യം, നമ്മള് ബൈബിളിൽ ഇല്ല, ഇത് വിട്ടേരെ. ഈ വാക്യം വേണ്ട, അത് വേണ്ട, മറ്റേത് മതി. നമുക്ക് ദൈവപുരുഷന്റെ അടുക്കൽ പോകാം. പക്ഷെ ദൈവപുരുഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ദൈവപുരുഷന് കൊടുക്കാൻ ഒന്നും കരുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വേർഡ് 8. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. The prophet will direct you. Yes. Amen. The prophet can settle you. Yes. Amen. Yes. പ്രവാചകന് നിനക്ക് വഴി പറഞ്ഞു തരുവാൻ കഴിയും. Yes. Amen. പ്രവാചകന് നിന്നെ സെറ്റിൽ ചെയ്യുവാൻ കഴിയും. Amen. ദൈവം വേദപുസ്തക ചരിത്രത്തിൽ എവിടെയെല്ലാം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ആ പ്രശ്നത്തിന് പരിഹാരമായി അവിടെയെല്ലാം ദൈവം അയച്ചത് ദൈവത്തിന്റെ പ്രവാചകന്മാരെയാണ്. അപ്പോസ്തോലിക് മിനിസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പ്രൊഫറ്റിക്. This word is very important. That will he give to the man of God, tell us our way. Word 9. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിക്കുവാൻ പോകുമ്പോൾ, വരുവീൻ, നാം ദർശകന്റെ അടുക്കൽ പോകുക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ. എവറി വേർഡ് അവിടെ എഴുതിയിരിക്കുന്ന എല്ലാ വാക്യത്തിലും സീർ, SEER, സീർ എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. സീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. ഞാൻ അതുവഴി നടക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുകയാണ്, അവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്.
ഞാൻ ഇവിടെ നിന്ന് ആത്മാവിൽ കാണുകയാണ്, അവിടെ ഒരാൾ പാസ്പോർട്ടുമായി ഇരിപ്പുണ്ട്. കാണുന്നവൻ. Yes. See. Amen. Yes. Amen. Amen. See. Yes. Amen. The spirit realm. Amen. Hallelujah. Hallelujah. Word 10. ശൗൽ ഭൃത്യനോട്, നല്ലത്, വരിക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെയല്ല, you can see that word in everywhere. Is the series here? Zeal. കാണുന്നവൻ, സ്പിരിറ്റ് തലങ്ങളെ കാണുന്നവൻ, ആത്മതലങ്ങളെ കാണുന്നവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് വേർഡ്. അവർ അവരോട്, ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ, വേഗം ചെല്ലുവീൻ എന്ന് പറഞ്ഞു. ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗമുള്ളത് കൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. Man of God in the city. Amen. Yes. Amen. Hallelujah. ദൈവത്തിന്റെ അഭിഷിക്തൻ man of God ഇന്ന് പട്ടണത്തിലുണ്ട്. Yes. Amen. Word 13. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. Word 14 please. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. Yes. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ, ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. Amen. Are you with me? Hallelujah. നാളെ ആരാണ് പ്രാർത്ഥനയിൽ വരുന്നത് എന്ന് തലേ ദിവസം സാമുവേലിന്റെ സ്പിരിറ്റിൽ ലഭിക്കുകയാണ്. ഈ ദൈവം ഇന്ന് ലീവിലല്ല, ഒളിവിലല്ല, മോർച്ചറിയിലല്ല, കല്ലറയിലല്ല. Yes. Amen. ഫ്രീഡം മീറ്റിംഗ് നടക്കുമ്പോൾ തലേന്ന് ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് പാസ്റ്റർ ജിജിയും ക്രിസ്റ്റിയും നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ആ കസേരയിൽ അവിടെ ഒരു പേഷ്യന്റ് വന്നിരിക്കും, ദൈവം അവളോട് സംസാരിക്കും. 50 പേരിരിക്കുന്ന സ്ഥലം അല്ലത്, സ്റ്റേഡിയം. Yes. കൃത്യമായി അടുത്ത ദിവസം അതേ ചെയറിൽ അതേ സ്ഥലത്ത് 3 പേർ ഒന്നിച്ചിരുന്നു. അതിലൊരാൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് കർത്താവ് വിളിച്ചു. ദീർഘവർഷങ്ങളായുള്ള അവളുടെ രോഗം അവിടെ വെച്ച് സൗഖ്യമായി. അവരാദ്യമായിട്ടാണ് എന്നെ കാണുന്നത്, ആദ്യമായിട്ടാണ് എൽഷദായി മിനിസ്ട്രിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഇതിലെല്ലാം ഉപരി ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലേക്ക് കയറി വരുന്നത്. ശൗൽ വരുന്നതിന് മുൻപേ യഹോവ സാമുവേലിന് അത് വെളിപ്പെടുത്തി. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി കേട്ട് കാണത്തില്ല, ഇതിലേക്ക് ശ്രദ്ധിച്ചു കാണത്തില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാ തുറന്ന് പറഞ്ഞ് ദൈവം വെളിപ്പെടുത്തും. ദൈവം വിഷയങ്ങളെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും. ദൈവം ഒരു പക്ഷെ തലേന്നെ കാണിച്ചു കൊടുക്കും. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ്. ഈ വരുന്ന ശൗൽ തോൾ മുതൽ പൊക്കമുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, മറ്റൊന്നും ശൗലിനെ കുറിച്ച് പറയാനില്ല. പക്ഷെ സാമുവേൽ ശൗലിനോട് പറയുന്നു, പ്രവാചകൻ ശൗലിനോട് പറയുന്നു, നീ എൻ്റെ കൂടെ താമസിക്കണം, നീ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. യു സ്റ്റേ വിത്ത് മീ. ഒറ്റ ദിവസം അഭിഷിക്തന്റെ കൂടെ ഒറ്റ ദിവസം അസോസിയേറ്റ് ചെയ്ത് ശൗൽ തിരിച്ചു പോകുമ്പോൾ പ്രവാചക ഗണത്തിൽ നിന്ന് ശൗൽ പ്രവചിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഐ ആം ഫീലിംഗ് ദ ഇംപാർട്ടേഷൻ. Feeling the impartation. A prophetic impartation. Yes. Hallelujah. At the next day,
ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങോട്ട് വന്ന ആളായിരുന്നില്ല തിരിച്ചങ്ങോട്ട് പോയത്. നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി, ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ. What is the reason, man of God, in your city? അഭിഷിക്തൻ. ഇതിന്റെയൊക്കെ വില ഞാൻ ബൈബിളിൽ നിന്ന് പറയുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും തെറ്റിദ്ധരിക്കുന്നതും ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയാണ്. പക്ഷേ ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്നവർ മനസ്സിലാക്കണം, നിന്നെ ദൈവത്തിന് സെറ്റിൽ ചെയ്യാനും നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനും ദൈവം പ്രയോജനപ്പെടുത്തുന്നത് തന്റെ ദാസന്മാരെയാണ്. ഒരുപക്ഷെ നീ ഒരു സാധാരണ ശൗലിനെ പോലെ ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഇതിനകത്ത് വന്നത്. മടങ്ങുമ്പോൾ പ്രവാചക ഗണത്തിൽ നിന്നെ പെടുത്താൻ the right associations and the right connection is important thing. The right association and the right connection is important thing. തലേന്ന് തന്നെ ശമൂവേലിന് നാളെ ആരാണ് പ്രാർത്ഥനയിൽ വരുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തി. അവനും പ്രവചിച്ചു, അവനും പ്രവചിച്ചു. കൈകളെ ഉയർത്തി പറഞ്ഞ, ലോർഡ് റിവീൽ, വെളിപ്പെടുത്തണമേ കർത്താവേ, നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. കൈകളെ ഉയർത്തി പറഞ്ഞ, നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ മേളിൽ ഒരു വലിയ ടേൺ, ഒരു തിരിവ് കർത്താവായി അത് സ്പിരിറ്റ് തലത്തിൽ ഭയങ്കരമായി ട്രിഗർ ചെയ്യുന്നത് എനിക്കറിയാം. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ചിലർ, മരണഭയമുള്ള ചിലർ, രോഗങ്ങളുടെ ബന്ധനങ്ങളിൽ കിടക്കുന്ന ചിലർ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന്റെ ഭയങ്കര വിസിറ്റേഷനുകൾ അവരിൽ സംഭവിക്കാൻ പോവുകയാണ്. സീവ്, ദർശകൻ, കാണുന്നവൻ. ശമൂവേൽ ആരായിരുന്നു? ദർശകൻ, കാണുന്നവൻ, ആത്മതലങ്ങളെ കാണുന്ന പ്രവാചകൻ. ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശൗൽ രാജാവായിരുന്നില്ല. ശമൂവേൽ, മാൻ ഓഫ് ഗോഡ്, പ്രൊഫറ്റ്, ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവായിരുന്നില്ല. പക്ഷെ ശമൂവേൽ അഭിഷിക്തൻ ഒരുവനെ അഭിഷേകം ചെയ്താൽ, ശൗലിനെ അഭിഷേകം ചെയ്താൽ, ദാവീദിനെ അഭിഷേകം ചെയ്താൽ പിന്നെ അവന് രാജാവാകാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് സ്പിരിറ്റ് റിലത്തിൽ, ആത്മതലങ്ങളിൽ അതവന് വേണ്ടി ആക്ടിവേറ്റഡ് ആയിരിക്കും. എൻ്റെ ആത്മാവിൽ എനിക്ക് നന്നായിട്ട് അറിയാം, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വിളിയുള്ള, ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാൻ വിളിക്കപ്പെട്ട, എന്നാൽ ചില പരിമിതികളിൽ ഒതുങ്ങിപ്പോയി കൊതിയോടെ പ്രവചിക്കാനുള്ള കൊതി, രോഗികളെ സൗഖ്യമാക്കാനുള്ള കൊതി, ആത്മാക്കളെ നേടാനുള്ള കൊതി, ആ കൊതിയോടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ മേളിൽ 2 Samuel chapter 9 word 1. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട്
യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദെബാരിൽ അമീയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദെബാരിൽ അമീയേലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന്, എൻ്റെ പ്രിയ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ആർ യു ലിസണിങ് മീ? ഹല്ലേലൂയ. 2 ശമൂവേൽ 9:1 ബൈബിൾ പറയുന്നു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ എന്ന് ദാവീദ് അന്വേഷിക്കുകയാണ്. ഒരു ദിവസം ദാവീദിന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്നങ്ങ് തോന്നുകയാണ്, ട്രിഗർ ചെയ്യുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് കരുണ കാണിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചരിത്രം അറിയാം. ദാവീദിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച വ്യക്തിയാണ് ശൗൽ. ദാവീദിന് വിരോധമായി പ്രവർത്തിച്ച മനുഷ്യനാണ് ശൗൽ. ദാവീദിനെ കൊന്നുകളയാൻ പലതവണ ശ്രമിച്ചയാളാണ് ശൗൽ. പക്ഷേ ശൗലിന്റെ മക്കളിൽ യോനാഥാൻ ദാവീദുമായി സഖ്യത ചെയ്ത വ്യക്തിയായിരുന്നു. ഞാനതിലേക്ക് ആ റെഫറൻസിലേക്ക് വരും. ഒരു ദിവസം നിങ്ങൾക്കറിയാം, ശൗൽ മരിച്ചു, യോനാഥാൻ മരിച്ചു, ശൗലിന്റെ ആൺമക്കളെല്ലാം മരിച്ചു. ശൗലിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ആരും ശേഷിക്കുന്നില്ല. ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ, ഈ വേർഡാണ് ഇന്നത്തെ മെസ്സേജിന്റെ ഒരു പ്രധാന ഭാഗം. ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ, ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ ദാവീദിന്റെ അകത്ത് ദാവീദിന് തോന്നുകയാണ്, അല്ല, അഭിഷിക്തനെ ദൈവാത്മാവ് തോന്നിപ്പിക്കുകയാണ്, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് ആ വീട്ടിലുള്ള ആരോടെങ്കിലും ഒരാളോട് എനിക്ക് കരുണ കാണിക്കണം. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞേ. വിശുദ്ധ ബൈബിളിൽ, വേദപുസ്തകത്തിൽ ശൗലിന്റെ കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു ഭൃത്യൻ എന്ന് വെച്ചാൽ, നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ശൗലിന്റെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഒരാള് ഇപ്പോൾ ദാവീദിന്റെ കൊട്ടാരത്തിലാണ് പണിയെടുക്കുന്നത്. പുള്ളിക്കാരന്റെ പേര് സീബ എന്നാണ്. സീബ. ദാവീദ് സീബയെ വിളിച്ച് ചോദിക്കുകയാണ്, സീബ, ഈ ശൗലിന്റെ വീട്ടിൽ കുടുംബത്തിൽ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? സീബ ഉടനെ ദാവീദ് രാജാവിനോട് പറയുകയാണ്, ഉണ്ട്. 2 കാലും മുടന്തനായി യോനാഥാന്റെ ഒരു മകൻ അവിടെ ഉണ്ട്. അവൻ 2 കാലും മുടന്തുള്ളവനാണ്. അവൻ യോനാഥാന്റെ മകനാണ്. ഉടനെ ദാവീദ് രാജാവ് പറയുകയാണ്, അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചു. സീബ പറയുന്നു, അവൻ വീട്ടിലുണ്ട്. അവന്റെ സ്വന്തം വീട്ടിലല്ല, അവൻ ലേബോദരിൽ അമീയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട്. കാരണം അവന് വീടില്ല, അവനിപ്പോൾ ഒന്നുമില്ല, അവൻ അപ്പനില്ല, അവന് വല്യപ്പനില്ല, അവൻ ഇപ്പാപ്പനില്ല, അവൻ ആരുമില്ല, അവൻ 2 കാലും മുടന്തുള്ളവനാണ്. ഇത് മെഹിബോശത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ, ആ മകന്റെ പേര് മെഹിബോശത്ത് എന്നാണ്. അടുത്ത വാക്യം നോക്കിയേ. ശൗലിന്റെ മകനായ യോനാഥിന്റെ മകൻ മെഹിബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. ദാവീദ് മെഹിബോശത്തെ എന്ന് വിളിച്ചു, അവൻ അടിയൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്. ഇത് ദൈവത്തിന്റെ ദയ എനിക്ക് നിന്നോട് കാണിക്കണം. അങ്ങനെയാണ് 2 ശമൂവേൽ 9:1 തുടങ്ങുന്നത്. എന്റെ ദയയല്ല, എന്റെ ഫേവർ അല്ല, ദൈവത്തിന്റെ ദയ. യോനാഥാന്റെ നിമിത്തം ആ ദൈവികമായ ദയ കാണിക്കേണ്ടതിന്
ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എടുത്ത ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. മെഫീബോശെത്ത് അവന്റെ അരികിൽ വന്നു. ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. വായിക്കാം. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞേ മെഫീബോശെത്ത്. എല്ലാരും ആ പേരൊന്ന് പറഞ്ഞേ. മെഫീബോശെത്ത്. മെഫീബോശെത്ത് ആരുടെ മകനാണ്? യോനാഥാന്റെ മകൻ. ആരുടെ കൊച്ചുമോനാണ്? ശൗലിന്റെ കൊച്ചുമോൻ. മെഫീബോശെത്ത് 2 കാലും മുടന്തുള്ളവനായി, സ്വാധീനമില്ലാത്ത, നടക്കാൻ കഴിയാത്ത, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മെഫീബോശെത്ത് ദാവീദിനോട് പറയുന്നു, യജമാനനെ, ചത്ത നായെ പോലിരിക്കുന്ന അടിയനെ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാഷയിൽ പറയാം, ഒരു നായുടെ വില പോലും ഇല്ലാത്ത, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത, ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്ത അടിയനെ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ. ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്തവനെയും കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുവാൻ, അവനോട് കരുണ കാണിക്കാൻ, അവന് വേണ്ടി വാതിൽ തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ട്രിഗർ ചെയ്യപ്പെടട്ടെ. ഈ മനുഷ്യൻ മെഫീബോശെത്ത് ദാവീദിനോട് പറയുകയാണ്, ശബ്ദ നായെ പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രം തിരിയുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുകയാണ്. അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, വല്യപ്പനില്ലാത്ത, ഇപ്പാപ്പനില്ലാത്ത, സ്വന്തമായൊരു വീട് പോലും ഇല്ലാതെ വേറെ ആരുടെയോ വീട്ടിൽ താമസിക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ പോലും സ്വാധീനമില്ലാത്ത ഈ മുടന്തന് വേണ്ടി ഒരു ദിവസം രാജാവിന്റെ അകത്ത് ട്രിഗർ ചെയ്യപ്പെടുകയാണ്. ഇത് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല. ഇത് അപ്രത്യക്ഷമായി ഉണ്ടായതല്ല. ഇത് ദൈവത്തിന്റെ ഭയങ്കര പ്ലാനായിരുന്നു. ഇത് ട്രിഗറിംഗ് ആയിരുന്നു. ഇത് ട്രിഗേർഡ് ആയിരുന്നു. കാരണം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഒറ്റ ദിവസം. ഇത് ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. കർത്താവിനെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ഈ ശുശ്രൂഷയൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയ മക്കൾ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പ്രവചിക്കുകയാണ്. I am prophesying over you. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഏറ്റവും വലിയ പ്രവചന ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് മാത്രം പ്രൊഫസ് ചെയ്താൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് അവർക്ക് വേണ്ടി പോവും. ബാക്കിയുള്ളവരെല്ലാം അവർക്കൊന്നും കിട്ടുന്നില്ല, അവര് അനങ്ങാതിരിക്കും. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൻറ്റയർ ദ ക്രൗഡിനോട് കർത്താവ് സംസാരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ എല്ലാം നഷ്ടപ്പെട്ടവനാണ് മെഫീബോശെത്ത്. 1 ശമൂവേൽ 31:5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ എന്ന്
വാളിന്റെ മേൽ വീണു എന്ന് അവനോട് കൂടെ മരിച്ചു. നെക്സ്റ്റ് വേർഡ് പ്ലീസ്. ഇങ്ങനെ ശൗലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ആയുധവാഹകനും തന്റെ ആയുധവാഹകരും അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. അന്ന് ഒരു കൂട്ട മരണം നടന്നു. അന്ന് ഒന്നിച്ച് മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 സാമുവേൽ ചാപ്റ്റർ 4 വേർഡ് 4-ൽ വരുമ്പോൾ, ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും ഉടന്തനായിട്ടൊരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന്, ആ വേർഡ് ശ്രദ്ധിച്ചോണം, ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം എന്ന് വെച്ചാൽ ഒറ്റ ദിവസമാണ് മെഹീബോശത്തിന്റെ അപ്പനും വല്യപ്പനും മരിച്ചത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ മെസ്സേജ് പറയുന്നത്. ഇന്ന് ഇതിനകത്ത് ഒത്തിരി ഡെത്ത് ക്യാൻസൽ ആകുകയാണ്. ഒറ്റ ദിവസം, എ സിംഗിൾ ഡേ, അപ്പൻ മരിച്ചു, അതേ ദിവസം വല്യപ്പൻ മരിച്ചു, അതേ ദിവസം അപ്പന്റെ സഹോദരങ്ങൾ മരിച്ചു. ഈ മരണവാർത്ത ഈ കുഞ്ഞിന്റെ അടുക്കൽ എത്തിയ സമയത്ത് അവന്റെ ധാത്രി എന്ന് വെച്ചാൽ നേഴ്സ് ഈ 5 വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് എഴുന്നേറ്റ് ഈ മരണവാർത്ത അറിഞ്ഞ് അപ്പന്റെയും അവന്റെ വല്യപ്പന്റെയും അവന്റെ ഉപ്പാപ്പന്മാരുടെയും മരണം അറിഞ്ഞിട്ട് ഈ കൊച്ചിനെയും കൊണ്ട് ഓടുമ്പോൾ ആ ഓടുന്ന വഴിക്ക് കുഞ്ഞ് താഴെ വീണ് അവനും 2 കാലും ഉടന്തുള്ളവനായി. ഒരേ ദിവസം ആ കുഞ്ഞിന്റെ മെഹീബോശത്തിന്റെ 2 കാലിന്റെ സ്വാധീനം പോയി. അതേ ദിവസം അവന്റെ അപ്പൻ പോയി, അതേ ദിവസം അവന്റെ വല്യപ്പൻ പോയി. ആ ദിവസം അവനെ സംബന്ധിച്ച് തകർച്ചയുടെ ഒരു ദിവസമായിരുന്നു. നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ ഒരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ദൈവം വേറൊരു ദിവസം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ, നിന്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സകലതും നിന്നിലേക്ക് മടക്കി തരാൻ എന്റെ ദൈവം മറ്റൊരു ദിവസം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും നഷ്ടപ്പെട്ട ഒരു ദിനമുണ്ടെങ്കിൽ, എല്ലാം നിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് നീ ചിന്തിച്ച ഒരു ദിവസം നിനക്കുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവസം സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. Listen. നിങ്ങൾക്ക് ഈ സാഹചര്യം മനസ്സിലായോ? മെഹീബോശത്താരെന്ന് മനസ്സിലായോ? ഈ മെഹീബോശത്തിനെ ദാവീദ് കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് വേദപുസ്തകം പറയുന്നു 8-ാമത്തെ വാക്യത്തിൽ അവൻ നമസ്കരിച്ചും കൊണ്ട് ശക്തനായ പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യം, ദാവീദ് സീബയോട് നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാന്റെ മകനെ ഭക്ഷിക്കുവാൻ ആഹാരം ഉണ്ടാകേണ്ടതിന്, മെഹീബോശത്തിന് ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം, മെഹീബോശത്തിന് വേണ്ടി നിലം കൃഷി ചെയ്യണം. രാജാവിന്റെ കൽപ്പനയാണ്. മെഹീബോശത്തിന് വേണ്ടി നിലം കൃഷി ചെയ്യണം. അതിന്റെ അനുഭവം എടുക്കണം. നിന്റെ യജമാനൻ എന്ന് വെച്ചാൽ യോനാഥാന്റെ മകനായ മെഹീബോശത്ത് നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. ഈ 35 പേർ ഇനി മുതൽ മെഹീബോശത്തിന് വേണ്ടി ജോലി ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും മെഹീബോശത്തിന് ഭക്ഷിക്കാൻ ആഹാരം ഉണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി നീയും നിന്റെ വേലക്കാരും കൃഷി ചെയ്യണം. ഇന്നലെ വരെ, കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് വരെ സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത, സ്വന്തം കാര്യങ്ങൾ പോലും ചൊവ്വ ചെയ്യാൻ പറ്റാത്ത ഇവന് വേണ്ടി ഒറ്റ സെക്കൻഡ് കൊണ്ട് 35 വേലക്കാർ
Yes. Oh, Amen. yes. Amen. Are you with me? 35 servants. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ ദൈവത്തിന് ഒരുത്തന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ Yes. ചത്ത നായുടെ വില പോലും ഇല്ലാത്ത, വാ, നിങ്ങളിൽ ചിലത് പറയത്തില്ലേ, ഒരു പട്ടിയുടെ വില പോലും തന്നില്ലെന്ന് നിന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മെഹീബോശത്തിന് വേണ്ടി മാത്രം, രാജാവിന്റെ കൽപ്പനയാണ്, മെഹീബോശത്തിന് വേണ്ടി മാത്രം ഇന്നു മുതൽ 35 ജോലിക്കാർ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ഒരു കാര്യത്തെ ട്രിഗർ ചെയ്യിച്ചാൽ, നിനക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയോട് ഇടപെട്ടാൽ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറന്നു തന്നാൽ, അത് നീ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. I will receive it. ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നു. അത് നിങ്ങൾ ചിന്തിക്കുന്നതിലും, നിങ്ങൾ ചോദിച്ചതിലും, നിങ്ങൾ നനച്ചതിലും അത്യന്തം ഫലമായിരിക്കും. Yes. Amen. ലിസൺ, എന്താണ് അതിന്റെ തെളിവ്? ഇവിടെ മെഹീബോശത്ത് ഇനി മുതൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് രാജാവിന്റെ മേശയിൽ നിന്നാണ്. Amen. Jesus. ഹല്ലേലൂയ. Hallelujah. ലിസൺ, ആ വേർഡൂടെ പറഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഹല്ലേലൂയ. 11ാമത്തെ വാക്യം, മെഹീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. He shall eat at my table as on the king's son. ചത്ത നായുടെ വില പോലും, വലിയ ചത്ത് കിടക്കുന്ന ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തവൻ ഇപ്പോൾ രാജാവിന്റെ മകനായി മാറി എന്ന്. King's son. Amen. ഈ തമ്പുരാൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. Yes. Amen. ഇതല്ല രസം. അതാ ഞാൻ പറഞ്ഞ, ചിന്തിക്കാത്ത കാര്യം ദൈവം ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ദാവീദിന് തന്നെ തോന്നിയതാണെന്ന്? നിങ്ങൾക്ക് ദാവീദിന്റെ സ്വഭാവം അറിയാവോ? നിങ്ങൾക്ക് ദാവീദിന്റെ ഒരു തീരുമാനം അറിയാവോ? ദാവീദ് രാജാവിന് ഇഷ്ടമല്ലാത്ത 2 കൂട്ടരുണ്ട്, കുരുടരും മുടന്തരും. രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിന്റെ വാതിലിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, മുടന്തന്മാർക്ക് പ്രവേശനം ഇല്ലെന്ന്. ഇപ്പൊ അകത്തിരിക്കുന്ന ആരാ? രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന ആരാ? ആ പാലസിനകത്തിരിക്കുന്ന ആരാ? 2 കാലും. ദാവീദിന് ഇഷ്ടമല്ല മുടന്തന്മാരെ. വായിച്ചോ, 2 ശമൂവേൽ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ എല്ലാം വായിക്കാൻ നേരെയില്ല. ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് ദാവീദിന്റെ നഗരം, അത് ദാവീദിന്റെ പട്ടണമാണ്. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിലൂടെ കടന്ന് ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്ന ചൊല്ല് നടപ്പായി. ദാവീദിന്റെ വീട്ടിൽ കുരുടന്മാർക്കും മുടന്തന്മാർക്കും പ്രവേശനമില്ല. പക്ഷേ പ്രവേശനമില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്നെ അകത്തു കൊണ്ടുവരാൻ ദൈവം നിനക്ക് വേണ്ടി, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, സാഹചര്യം വിഷയമല്ല, നിയമം വിഷയമല്ല, സംവിധാനങ്ങൾ വിഷയമല്ല. ആമേൻ. ചിലതിനെ മറികടന്ന് നിന്റെ വിടുതൽ നിന്റെ അരികിൽ വരികയാണ്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ സംസാരിക്കുന്നു.
ദൈവം നിന്നെ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ, Yes. മെഹിബോശത്തെ, നിനക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലെങ്കിലും Yes. നിന്റെ നാട്ടുകാരും കുടുംബക്കാരും നിന്നെ ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്തവനായി നിന്നെ എഴുതി തള്ളിയ കേസാണെങ്കിലും Yes. നിന്നെ മാനിക്കാൻ എന്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ വാ തുറന്ന് പറയാമോ? അവകാശം അവകാശിയുടെ കയ്യിൽ തന്നെ വരും. അവകാശിയുടെ കയ്യിൽ തന്നെ വരും. ഒരിക്കൽ കൂടെ പറഞ്ഞ വാഗ്ദത്തം വാഗ്ദത്തം കേട്ടവന്റെ കയ്യിൽ തന്നെ വരും. അവകാശം അവകാശിയുടെ കയ്യിൽ തന്നെ വരും. വാഗ്ദത്തം കേട്ടവന്റെ കയ്യിൽ തന്നെ വരും. ദൈവം യോനാഥാന്റെ തലമുറയെ മറക്കില്ല. ദൈവം യോനാഥാന്റെ തലമുറയെ മറക്കില്ല. ഞാൻ ആരോടൊക്കെ പ്രവചിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷിക്തനെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് രണ്ടാമനായ മതി എന്ന് പറഞ്ഞ യോനാഥാന്റെ തലമുറമാരെ, യോനാഥാന്മാരെ ദൈവം മറക്കില്ല. Yes. Hallelujah. എന്തായിരുന്നു യോനാഥാന്റെ പ്രത്യേകത എന്നറിയോ? അപ്പനായ ശൗൽ അഭിഷിക്തന് വിരോധമായി നിൽക്കുമ്പോഴും ദൈവത്തിന്റെ അഭിഷേകത്തെ ബഹുമാനിച്ച, അഭിഷിക്തനോടൊപ്പം നിന്ന, Yes. അപ്പൻ അരമനകൾക്കകത്ത് ദാവീദിനെ കൊല്ലാൻ പദ്ധതിയിടുമ്പോൾ യോനാഥാൻ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറയും, രക്ഷപ്പെട്ടു പൊയ്ക്കോ, ഈ സ്ഥലത്ത് നിന്ന് പൊയ്ക്കോ. Yes. നിങ്ങൾക്കറിയാമോ, ദാവീദ് മരിച്ചാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് യോനാഥാനാണ്. അപ്പനായ ശൗൽ ദാവീദിനെ കൊന്നാൽ അതിന്റെ നന്മ ഉണ്ടാകുന്നത് യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ പറയുന്നു, എനിക്ക് ദൈവഹിതമില്ലാത്ത നന്മ വേണ്ട, എനിക്ക് ദൈവഹിതമില്ലാത്ത അനുഗ്രഹം വേണ്ട, എനിക്ക് ദൈവഹിതമില്ലാത്ത ഒന്നും വേണ്ട, ഞാൻ രണ്ടാം സ്ഥാനത്ത് നിന്നോളാം. അവന്റെ തലമുറയെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അവകാശം അവകാശിയുടെ കയ്യിൽ തന്നെ വരും. വാഗ്ദത്തം കേട്ടവന്റെ കയ്യിൽ തന്നെ വരും. യോനാഥാന്മാരെ, നിന്റെ തലമുറയെ മറക്കാത്തൊരു ദൈവമുണ്ട്. യെഹെസ്കേൽ എന്ന പ്രവാചകൻ തന്റെ പ്രവചന പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിൽ അതിന്റെ 26, 27 വാക്യങ്ങളിൽ യെഹെസ്കേൽ പറയുകയാണ്. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 26, 27 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. 27-ാം വാക്യം, അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതായിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, അവകാശം അവകാശിയുടെ പക്കൽ വന്നിരിക്കും. അവകാശം അവകാശിയുടെ കയ്യിൽ വരാൻ ദൈവം ഉന്മൂലനാശം ചെയ്യേണ്ടതിനെ ഉന്മൂലനാശം ചെയ്യും. ഉടയ്ക്കേണ്ട മകുടങ്ങളെ ഉടയ്ക്കും, ഉയർത്തേണ്ടവനെ ഉയർത്തും, താഴ്ത്തേണ്ടവനെ താഴ്ത്തും. പക്ഷെ അവകാശിയുടെ കയ്യിൽ അവകാശം വരും. ദാവീദിന് വെറുപ്പായുള്ള കുരുടനും ദാവീദിന് വെറുപ്പായുള്ള മുടന്തനും. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. മനുഷ്യൻ വെറുക്കുന്നായിരിക്കാം, മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നായിരിക്കാം, പക്ഷെ തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് മെഗീബോശത്തെ നീ ഉണ്ടെങ്കിൽ, തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് മെഗീബോശത്തെ നീ ഉണ്ടെങ്കിൽ നിന്നെ ഇരുത്തണ്ടെടുത്തിരുത്തും.
നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിന്നെ കയറ്റേണ്ടടുത്ത് കയറ്റിവിടും. നിന്റെ കയ്യിൽ നൽകേണ്ടതിനെ നൽകിയിരിക്കും. നിന്നെ മാനിക്കേണ്ടടുത്ത് മാനിച്ചിരിക്കും. There is no hindrance. There is no struggles. The Lord is with me. Who can against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ. You don't worry, my brothers and sisters. ഇന്നിന്റെ സാഹചര്യങ്ങൾ കണ്ടോ? ഇന്നിന്റെ അവസ്ഥകൾ കണ്ടോ? മെഹീബോശത്തെ, നിന്റെ നാളകളെ നീ വിധിക്കരുത്. യോനാഥാന്റെ തലമുറയെ ദൈവം ഓർക്കും. അവകാശി വരുവോളം, അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ആയിരിക്കും. അവകാശി വരുമ്പോൾ അവന് ഞാൻ അത് കൊടുക്കും. Amen. Amen. Hallelujah. ദൈവിക അനുഗ്രഹങ്ങൾ, അറിവിത്മേ, Yes. ദൈവിക അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കുന്നതല്ല. ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നിന്നിൽ വെളിപ്പെടുത്തുന്നത്. Yes. Hallelujah. Yes. Rekabashik. Amen. Amen. ബൈബിളിൽ ഒരുത്തൻ തട്ടിയെടുക്കാൻ നോക്കി. അവന്റെ പേര് യാക്കോബ് എന്നായിരുന്നു. അവൻ സകലതും തട്ടിയെടുക്കാൻ നോക്കിയവനാണ്. അവൻ തട്ടിപ്പോകാതിരുന്നത് അബ്രഹാമിന്റെ പ്രാർത്ഥന. Amen. ഹല്ലേലൂയ. Hallelujah. പക്ഷെ തട്ടിയെടുക്കാൻ നോക്കിയവൻ ഒരിക്കൽ യാബോക്കിന്റെ കടവിൽ വെച്ച് തമ്പുരാന്റെ കാലെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, തട്ടിപ്പ് കൊണ്ടൊന്നും അനുഗ്രഹിക്കപ്പെടാൻ പറ്റുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇപ്പോൾ മെഹീബോശത്ത് ഭക്ഷിക്കുന്നത് രാജാവിന്റെ മേശയിൽ നിന്നാണ്. ഇപ്പോൾ മെഹീബോശത്ത് രാജഭോജനം കഴിക്കുകയാണ്. That word is very important. Hallelujah. Thank you, Holy Spirit. Word 11 and 12. 12ാമത്തെ വാക്യം. മെഗീബോശത്തിന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവന് മീഖ എന്ന് പേർ. സീബയുടെ വീട്ടിലൊരുക്കി മെഹീബോശത്തിന്റെ ഭൃത്യന്മാരായി തീർന്നു. സീബായുടെ വീട്ടിലുള്ളവരെല്ലാം മെഹീബോശത്തിന്റെ ഭൃത്യന്മാരായി തീർന്നു. മെഹീബോശത്തിനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത് സീബായ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മെഗീബോശത്തിനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത് സീബായാണ്. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് സീബയുടെ മേളിൽ പോയി മെഗീബോശത്ത്. Amen. Amen. Hallelujah. പക്ഷേ I am teaching and preaching a very important thing. സീബ എന്ന് പറയുന്ന ആളിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. മെഗീബോശത്തിനോടുള്ള ബന്ധത്തിൽ സീബ മെഗീബോശത്തിന്റെ ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ ആയിരുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെസ്റ്റിനിയിൽ ദൈവത്തിന് നമ്മളെ എത്തിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ചിലരെ ഒരുക്കും. Amen. ഇനി ഒരു 10 മിനിറ്റ് കൈ അടിക്കാതിരുന്നാൽ ഞാൻ പ്രധാനമായ ചില കാര്യങ്ങൾ പ്രസംഗിക്കാൻ പോവുകയാണ്. സീബ എന്ന് പറയുന്ന ഈ മനുഷ്യനോട് ദാവീദ് ചോദിക്കുന്നു, ശൗലിന്റെ ഗ്രഹത്തിൽ സീബ ആരെങ്കിലും ഉണ്ടോ? ദാവീദിനെ അറിഞ്ഞൂടാ. സീബ അവിടെ മിണ്ടാതിരുന്നെങ്കിൽ, എനിക്ക് അറിഞ്ഞൂടാ ജവാനെ, സീബായ്ക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. സീബ മെഹീബോശത്ത് എന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ചും
അവന്റെ അവസ്ഥയെക്കുറിച്ചും ദാവീദിനോട് പറയുകയും, 2, ഈ മുടന്തനായവനെ സീബ പോയി എടുത്തോണ്ട് കൊട്ടാരത്തിൽ വരികയും ചെയ്തത് കൊണ്ടല്ലേ മെഫീബോശത്ത് ഈ നന്മ അനുഭവിക്കുന്നേ? നിന്നെ കരുതിയവരെ, നിന്നെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നവരെ, ഇപ്പോൾ നീ ആയിരിക്കുന്ന പൊസിഷനിൽ നീ കയറി വരാൻ നിനക്ക് കൈ തന്ന് പിടിച്ചവനെ നീ മറന്നു പോകരുത്. Amen. അവന്റെ Amen. കുതികാൽ വെട്ടരുത്. Yes. Hallelujah. 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 Destiny helpers. പറഞ്ഞ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. Destiny help us. എന്റെ ഡെസ്റ്റിനിയിൽ എന്നെ ദൈവത്തിന് എത്തിക്കുവാൻ ദൈവം അതിനായി ചിലരെ ഒരുക്കും. ജോഷുവ എന്ന ചെറുപ്പക്കാരനോടുള്ള ബന്ധത്തിൽ ഞാൻ മോശയെ കാണുകയാണ്. മോശ ഇല്ലെങ്കിൽ ചോദിക്കുക, ജോഷുവ ഉണ്ടോ? ഏലിയാവ് ഇല്ലെങ്കിൽ എലീശ ഉണ്ടോ? ഒരേലി പുരോഹിതൻ ഇല്ലായിരുന്നെങ്കിൽ zeal, that word is important, zeal, കാണുന്നവൻ, ദർശകൻ സാമുവേൽ ഉണ്ടോ? നോ. 4 പേർ ഒരു പക്ഷപാതക്കാരനെ കിടക്കയോടെ ചുമന്നു. തളർന്നു പോയിട്ടും വർഷങ്ങളായി. ജീവിതത്തിലെ ബന്ധവും സ്വന്തവും ഒക്കെ കാശും പുത്തനും പണവും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോഴേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ 10 രൂപ കയ്യിലെടുക്കാനില്ലാതിരിക്കുമ്പോ, വലിയ ലോണും പ്രശ്നങ്ങളും തകർച്ചകളുമായിട്ട് പോകുമ്പോ അറിയാം എത്ര ബന്ധക്കാരും എത്ര സ്വന്തക്കാരും എത്ര കൂട്ടുകാരും ഉണ്ടെന്ന്. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഈ കബർന്നഹോമിലെ തളർവാദ രോഗിക്ക് വേണ്ടി അവന്റെ കട്ടിലെടുക്കാൻ, അവനെ ചുമക്കാൻ അവന്റെ ബന്ധങ്ങളിൽ 4 സുഹൃത്തുക്കളെ ദൈവം ശേഷിപ്പിച്ചു. അവനെ ചുമക്കാനും അവനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കാനും അവന്റെ ഹീലിംഗ് ഡെസ്റ്റിനിയിൽ അവനെ എത്തിക്കാനും ഈ 4 പേർ അവനോടുള്ള ബന്ധത്തിൽ അവന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയിരുന്നു. Amen. ഹല്ലേലൂയ. സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് നയമാൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ അവിടുത്തെ ക്യാപ്റ്റനായിരുന്നു, സൈന്യാധിപൻ ആയിരുന്നു. അവൻ മഹാനായിരുന്നു, അവൻ യുദ്ധവീരനായിരുന്നു. പക്ഷെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. പക്ഷെ നയമാന്റെ വീട്ടിൽ ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവന്ന നയമാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു വേലക്കാരി പെങ്കൊച്ച് നയമാന്റെ വീട്ടിലുണ്ടായിരുന്നു. ആ വേലക്കാരി പെങ്കൊച്ചാണ് യജമാനത്തിയോട് പറഞ്ഞത്, മാഡം, യജമാനത്തി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങ് ഇസ്രായേലിൽ ശമരിയയിൽ എലീശ എന്നൊരു പ്രവാചകനുണ്ട്. യജമാനനെ അവിടേക്ക് വിടാമെങ്കിൽ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ, ആ ദൈവപുരുഷൻ പ്രാർത്ഥിച്ചാൽ യജമാനന് സൗഖ്യമുണ്ടാകും. രാജ്യത്തിലെ പ്രഥമ പുരുഷൻ എന്ന നിലയിൽ നിൽക്കുന്ന ഈ ക്യാപ്റ്റനോടുള്ള ബന്ധത്തിൽ എത്രയോ ബന്ധങ്ങളുണ്ട്, എത്രയോ സ്വന്തങ്ങളുണ്ട്. പക്ഷേ ആ ഹീലിംഗ് ഡെസ്റ്റിനിയിൽ, ആ സൗഖ്യത്തിലേക്ക് അവൻ എത്തുവാൻ ദൈവം ഉപയോഗിച്ചത് വീട്ടിൽ ജോലിക്ക് നിന്ന വേലക്കാരിയായ ഒരു പെങ്കൊച്ചിനെയാണ്. നയമാനെ സംബന്ധിച്ച് അവൾ ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ ആയിരുന്നു. തളർവാദ രോഗിയെ സംബന്ധിച്ച് അവനെ ചുമന്ന 4 പേർ അവന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ ആയിരുന്നു. എലീശയെ സംബന്ധിച്ച് ഏലിയാവ് ഒരു ഡെസ്റ്റിനി ഹെൽപ്പർ ആയിരുന്നു. ഹല്ലേലൂയ. Hallelujah. ദാവീദിനെ സംബന്ധിച്ച് യോനാഥാൻ, ദാവീദിന് എത്ര അഭിഷിക്തനാണെങ്കിലും, ദാവീദേ, നിന്റെ കൈ താങ്ങിയ യോനാഥാൻ, നിന്നെ സഹായിച്ച യോനാഥാൻ നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ ആയിരുന്നു. ഇല്ലെങ്കിൽ ശൗല് നിന്റെ തലയുമായി പോയേനെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ മറ്റൊരു കാര്യം ഒരു പ്രൊഫറ്റിക് റിലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം, ഒരു സ്നേഹിതൻ ഒരു രാത്രിയിൽ ഈ സ്നേഹിതന്റെ വീട്ടിൽ വന്നു. അവന് കൊടുക്കാൻ ഭക്ഷണമില്ലാതിരുന്നത് കൊണ്ട്
ഈ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ അവന്റെ മറ്റൊരു സ്നേഹിതന്റെ വീടിന്റെ വാതിക്കൽ പോയി മുട്ടി. എന്റെ ചോദ്യം ഇതാണ്, ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ വേറെ പ്രസംഗമുണ്ട്, ഞാൻ വേണേ പ്രസംഗിക്കാം. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നു. അർദ്ധരാത്രി ചെന്ന് മുട്ടി വിളിച്ചപ്പോഴും എഴുന്നേറ്റ് ചെന്ന് കൊടുക്കാൻ, തരാൻ കപ്പാസിറ്റി ഉള്ള, നൽകാൻ കൈ സാധനമുള്ള ഒരു ബന്ധം അവനുണ്ടായിരുന്നു. ഇല്ലാത്തവനോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിന്നെ സഹായിക്കാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ നിനക്കുണ്ടാകട്ടെ. ഒന്ന് കൈയടിച്ച് സ്വീകരിച്ചു. Hallelujah, hallelujah. ദൈവസഭയെ സഹായിക്കാൻ കഴിയുന്ന, ദൈവരാജ്യത്തെ സഹായിക്കാൻ കഴിയുന്ന, നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങൾക്കുണ്ടാകട്ടെ. അന്ത്രയോസിനെയാണോ ദൈവം വേദപുസ്തക ചരിത്രത്തിൽ ഒന്നാമനാക്കി ശക്തമായി ഉപയോഗിച്ചത്? പത്രോസിനെയാണോ? അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി മാറിയത് പത്രോസാണ്. നെടുലിട്ട് രോഗിയെ സൗഖ്യമാക്കിയത് പത്രോസാണ്. മരിച്ച കുഞ്ഞിനെ ആദ്യം ഉയർപ്പിച്ചത് പത്രോസാണ്. പുതിയ നിയമസഭയിലെ ആദ്യത്തെ സ്നാനം നടത്തിയത് പത്രോസാണ്. പുതിയ നിയമസഭയിൽ ആദ്യം രോഗശാന്തി ശുശ്രൂഷ ചെയ്തത് പത്രോസാണ്. പുതിയ നിയമസഭയിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് പത്രോസാണ്. കാരണം അവന്റെ മേളിൽ ഒരു ദൂത് കിടപ്പുണ്ടായിരുന്നു. ഒന്നാമൻ പത്രോസ്. ലിസൺ. പക്ഷേ ഈ പത്രോസ് നീ മിനിസ്റ്റർ ചെയ്യാൻ കാരണം അന്ത്രയോസാണ്. ഒരു അന്ത്രയോസ് ഇല്ലെങ്കിൽ ഒരു പത്രോസ് ഉണ്ടാകില്ലായിരുന്നു. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. ഹല്ലേലൂയ, Hallelujah. God allow destiny helpers. Amen. God provide destiny helpers. Amen. Thank you, Holy Spirit. Thank you, Lord, for that brother Siba. നമുക്ക് ചിലയിടത്തൊക്കെ ചിലരെ സഹായിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ അനങ്ങിയില്ല. നമുക്ക് ചിലയിടത്തൊക്കെ ചിലരെ റെക്കമെൻഡ് ചെയ്യായിരുന്നു, പക്ഷെ നമ്മൾ മിണ്ടിയില്ല. സീബായും അങ്ങനെ ആയിരുന്നെങ്കിൽ there is no Mephibosheth. Thank you, Holy Spirit. നിങ്ങൾ ചിലർ സീബാമാരാകണം. സീബാമാരുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന സീബാമാരുണ്ടെങ്കിൽ, ഒത്തിരി മെഫിബോശത്തുമാരെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും. സീബായോട് രാജാവ് പറയുന്നു, നീ അവന്റെ ഭൃത്യനാകണം. There's a submission. സീബായാണോ ആദ്യം കൊട്ടാരത്തിൽ വന്ന മെഫിബോശത്താണോ? ആർക്കാ സീനിയോറിറ്റി? സീബായിക്ക. പക്ഷേ ദൈവം തമ്പുരാൻ ഒരു കാര്യം ഇടപെട്ടാൽ ഒന്നിലും പിടിവാശി പിടിക്കരുത്. പ്രോട്ടോകോൾ നോക്കല്ലേ. തലക്കനമെല്ലാം വിട്ടേക്കണം, തലക്കനമെല്ലാം വിട്ടേക്കണം, തലക്കനമെല്ലാം വിട്ടേക്കണം. നിന്നേക്കാൾ അധികം വേറൊരാളിനെ ദൈവം ഉപയോഗിക്കുന്ന കണ്ടാൽ നിനക്ക് അസൂയ ഉണ്ടാകരുത്. നിന്നേക്കാൾ അധികം മറ്റൊരാളെ ദൈവം അനുഗ്രഹിക്കുന്ന കണ്ടാൽ നിനക്ക് പ്രയാസം തോന്നരുത്. മെഫിബോശത്തിന് വേണ്ടി പണിയെടുക്കാനൊന്നും എന്നെ കിട്ടുകയില്ല, ഞാനാ അവനെ യോഗത്തിന് കൊണ്ടുവന്നെന്ന് പറയരുത്. Are you with me? ഞാൻ ഉറപ്പായും പറയുന്നു, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട്, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളെ എത്തിക്കുവാൻ നീ ദൈവത്തിന്റെ ഭയങ്കര കരുതലുകൾ കാണാൻ പോവുകയാണ്. In the mighty name of Jesus. I receive it. ശക്തമായുടെ വില പോലും ഇല്ലാത്തവനെ എല്ലാം ആക്കി തീർക്കുവാൻ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരുത്തന്റെ ജീവിതത്തെ തിരിക്കാൻ
My God can do that. ഞാൻ ഇനി ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ചത്ത നായുടെ വില പോലും ഇല്ലാത്ത, ജീവിതം തകർന്നു പോയ, യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരുന്ന മെഫീബോശത്ത് ഇന്ന് രാജാവിന്റെ മകൻ എന്ന പദവിയിൽ എത്തിയത്, കൊട്ടാരത്തിൽ കയറിയത്, മുടന്തന്മാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞെടുത്ത് ആ ഭക്ഷണമേശയിൽ അവൻ ഭക്ഷിക്കുന്നത്, there is only one reason, the mercy. ദയ കാണിക്കേണ്ടതിന്, ദയ കാണിക്കേണ്ടതിന്. ഒന്നുമല്ലാത്ത എന്നെ, ഒന്നുമല്ലാതിരുന്ന നിങ്ങളെ, വഴിയറമ്പിൽ എവിടോ തകർന്നു പോകണ്ട ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാതായി തീരേണ്ട നമ്മളെ ഇന്ന് ഈ രാജാവിന്റെ മകനായി, Yes. Hallelujah. Hallelujah. the King of Kings, Yes. the Lord of Lords, രാജാവിന്റെ മക്കളായി ഇന്നിവിടെ വന്നിരിക്കുന്നത്, അത് ദൈവത്തിന്റെ ദയയാണ്, അത് ദൈവത്തിന്റെ കരുണയാണ്. ശരിയല്ലേ? നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോ നമ്മളൊന്നും എല്ലാം ഒന്നും അല്ല. എന്നെങ്കിലും ഒരു കാലത്ത് നീ മരിക്കുമ്പം നിന്റെ പെട്ടി പിടിക്കാനും വേണം 4-5 എണ്ണം. നിന്നെ ചുമന്ന് സെമിത്തേരി കൊണ്ടുപോകാനും വേണം ആരെങ്കിലും ഒക്കെ. ഇന്നിവിടെ എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ, ഒന്ന്, ഇത് നിന്റെ ദയയാണ്. Yes. 2, നിന്റെ ദയ ആ മനുഷ്യനിൽ നീ ഇട്ടത് കൊണ്ട് ആ വ്യക്തി എന്നോട് കാണിച്ച ദയയാണ്. Yes. Hallelujah. നിന്നോടുള്ള ദൈവത്തിന്റെ ദയ ഏതോ ഒരു വ്യക്തിയുടെ അകത്ത് ദൈവം ഇട്ട് Yes. ആ വ്യക്തി നിന്നോട് കാണിച്ച ഫേവറാണ് Amen. നീ Amen. അനുഭവിക്കുന്ന നന്മ. Yes. True. Amen. 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 Yes. I'm telling truth. Yes. Yes. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ ആ നിലകളിൽ ന്യായം വിധിക്കുന്നത്. ന്യായ വിസ്താരത്തിങ്കൽ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോ ദൈവം എന്തിന്റെ പേരിലാണ് ന്യായം വിധിക്കുന്നേ? ദൈവത്തെ ചീത്ത വിളിച്ചതിനോ? അതോ ബൈബിൾ വായിക്കാതിരുന്നതിനോ? നോ. നീ ഭൂമിയിലായിരുന്നപ്പോ നിന്റെ സഹപ്രവർത്തകരോട്, നിന്റെ സഹജീവികളോട്, നിന്റെ അപ്പനോട്, നിന്റെ അമ്മയോട്, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ പാസ്റ്ററോട്, നിന്റെ മക്കളോട്, നിനക്ക് മീതെ ഉള്ളവരോട് നീ എങ്ങനെ പെരുമാറി, നീ എത്രത്തോളം വിശ്വസ്തനായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നിന്നെ ന്യായം വിധിക്കുന്നത്. Amen. Yes. ആണോ അല്ലയോ? ദൈവത്തെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ ആരും നരകത്തിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവൻ ദൈവം ആരാന്നറിയാതെ അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ദൈവം ആരെന്നറിഞ്ഞിട്ട്, ദൈവം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ അപ്പനോടും നിന്റെ അമ്മയോടും നിന്റെ മക്കളോടും നിന്റെ മാതാപിതാക്കളോടും നിന്റെ ഭർത്താവിനോടും നിന്റെ ഭാര്യയോടും നിന്റെ പാസ്റ്ററോടും നിന്റെ മീതെ ഉള്ളവരോടും നീ എങ്ങനെ പെരുമാറി, നീ ആർക്കൊക്കെ ഇട്ട് പാരപണിതു, നിന്റെ വണ്ടിക്കകത്തിരുന്ന് നീ ആർക്കെല്ലാം എതിരെ സംസാരിച്ചു, നീ എന്തെല്ലാം പിറുപിറുത്തു, നിന്റെ ഭാര്യ അറിയാതെ വേറെ എന്തൊക്കെ ബന്ധങ്ങൾ നിനക്കുണ്ടായിരുന്നു, നിന്റെ ഭർത്താവ് അറിയാതെ നീ വേറെ ആരോടൊക്കെ നിന്റെ ജീവിതം പങ്കിട്ടു, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദൈവം നിന്നെ ന്യായം വിധിക്കുന്നത്. Amen. Amen. അതുകൊണ്ട് എൻ്റെ കൂട്ടുവേലക്കാരൻ, എൻ്റെ കൂട്ടു സഹോദരൻ ഈസ് മൈ ഡെസ്റ്റിനി ഹെൽപ്പർ. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കും. നീ നല്ലതാണോ ചെയ്യുന്നേ
നീ തിന്മയാണോ ചെയ്യുന്നതെന്ന് നിന്റെ പരിശുദ്ധാത്മാവൊന്നും അതിന് വേണ്ട. മനസ്സാക്ഷി പറയും. പരിശുദ്ധാത്മാ പിന്നെ പറയും, ആദ്യം മനസ്സാക്ഷി പറയും. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ, അവരുടെ മനസ്സാക്ഷി ഏതുവായി അവർ അവനെ ന്യായം വിധിച്ചു. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ പറയുന്ന ഒരു വേർഡുണ്ട്, ദൈവത്തിന് നിരക്കാത്തതൊന്നും. സ്തോത്രം, സ്തോത്രം. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില മെഹീബോശത്തുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചില സീബമാരെ ദൈവം ഒരുക്കും. Amen. നിങ്ങൾക്ക് വേണ്ടി ചില ദാവീദുമാരോട് ദൈവം ഇടപെടും. Amen. Yes. Yes. ഒന്നുമല്ലാത്ത ഞാൻ എല്ലാമായി മാറിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ദാവീദിന് ശൗലിന്റെ കുടുംബത്തോട് ദയ തോന്നിയതുപോലെ സ്വർഗത്തിലെ രാജാവിന് എന്റെ കുടുംബത്തോട് ദയ തോന്നി. Hallelujah. 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 Thank you, Jesus. എന്റെ കുടുംബത്തോട് ദയ തോന്നി. Amen. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്റെ കുടുംബത്തോട് ദയ തോന്നി. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ, സർവശക്തനായവൻ യേശു കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. ഞാനിവിടെ സീബായെ പരിശുദ്ധാത്മാവിനോട് കമ്പയർ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുന്നു, രാജാവ് നിന്നെ വിളിക്കുന്നു. Amen. Hallelujah. Amen. King is calling you. Yush, Baba. Are you with me? The King is calling you. നീ അവന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒന്നും അല്ലാത്തവനായിരിക്കും, ചത്ത നായെ പോലെ ആയിരിക്കും, വിലയില്ലാത്തവനായിരിക്കും. പക്ഷെ നിനക്ക് ദൈവം ഇന്ന് പകൽ രാജസന്നിധിയിലേക്ക് വരാൻ തരുന്ന ഇൻവിറ്റേഷനെ നീ റിജക്റ്റ് ചെയ്യരുത്. കർത്താവേ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതം രാജാതിരാജാവായ യേശുവിന് കൊടുത്തിട്ടില്ല. ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ട ഒരാളല്ല, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയല്ല. പക്ഷെ കർത്താവേ, നിന്റെ കൽപ്പന അനുസരിച്ച്, നിന്റെ വചനം അനുസരിച്ച് സ്നാനപ്പെട്ട് നിനക്ക് വേണ്ടി ജീവിക്കാൻ ഈ രാജാവിന്റെ ഇൻവിറ്റേഷൻ, ഈ രാജാതിരാജാവിന്റെ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നീ എപ്പോൾ പറയുന്നോ, എപ്പോൾ തീരുമാനമെടുക്കുന്നോ, മെഹിബോശേത്ത് കൊട്ടാരത്തിനകത്ത് കയറിയതുപോലെ നിന്നെ ദൈവരാജ്യത്തിലേക്ക് അവൻ വലിച്ചിടുകയാണ്. Yes, he will. നിന്നെ ദൈവരാജ്യത്തിലേക്ക് അവൻ വലിച്ചിടുകയാണ്. Yes. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ സാഹചര്യം നോക്കാതെ, നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും പറയുന്നത് ശ്രദ്ധിക്കാതെ, മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച്, അവന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാണ് എന്നുള്ളവർ ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ലിഫ്റ്റ് അപ്പ് ദാറ്റ് ഹാൻഡ്സ്. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം, അവന്റെ വചനം അനുസരിക്കണം. അവര് മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ കൈ ഉയർത്തിയവർ മാത്രം വേഗത്തിൽ എഴുന്നേറ്റ് നിന്നേ. ഐ വാണ്ട് ടു പ്രേ.